സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് അന്തരിച്ച നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധീയുടെ ഭാര്യ രേണുസുധി. തുടക്കത്തിൽ കൊല്ലം സുധിയുടെ പേരിലാണ് അറിയപ്പെട്ടതെങ്കിൽ ഇന്ന് തൻ്റെതായ സ്ഥാനം നേടിയെടുക്കാൻ രേണുവിന് സാധിച്ചിട്ടുണ്ട്. ആൽബങ്ങളും സിനിമകളും ഉദ്ഘാടനങ്ങളും യൂട്യൂബ് ചാനലും ഒക്കെ സജീവമാണ് രേണു. നിരവധി വിമർശനങ്ങളും പരിഹാസങ്ങളും ഇവരെ തേടിയെത്താറുമുണ്ട്. എന്നാൽ അതൊന്നും തന്നെ ബാധിക്കില്ലെന്ന് രേണു എപ്പോഴും പറയാറുള്ളത്. ഇപ്പോഴിതാ രേണു പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. അബോർഷൻ നടന്നിരുന്നു എന്ന തരത്തിൽ രേണുവിന്റെ വിമർശനം ഉയർത്തിയിരുന്നു. ഇപ്പോഴിതാ ഈ വിവാദത്തെക്കുറിച്ച് പ്രതികരിക്കുകയാണ് രേണു. പെണ്ണായ പ്രഗ്നന്റ് ആവുമെന്ന് താൻ പറഞ്ഞതെന്നും എന്നാൽ അതിനെ പെണ്ണായാൽ അബോർഷൻ ആകും എന്നാക്കിയതാണ് രേണു പറയുന്നത്. ക്യാപ്ഷന്റെ കുഴപ്പമാണെന്നും താനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്നും താനും ഒരമ്മയല്ലേ എന്നാണ് രേണു പറയുന്നത്. മകൻ ഉണ്ടാകുന്നതിന് മുമ്പ് തനിക്ക് അബോർഷൻ സംഭവിച്ചു എന്നും കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു. കുഞ്ഞ് വയറ്റിൽ കിടന്ന് മരിച്ചു. അന്ന് സുജിച്ചേട്ടനും കിച്ചുവും ഒക്കെ പൊട്ടിക്കരഞ്ഞുവെന്നും രേണു പറഞ്ഞു. തിരുവല്ലയിൽ ഒരു ആശുപത്രിയിലായിരുന്നുവെന്നും എന്നാൽ ആശുപത്രി പേര് പറയുന്നില്ലെന്നും രേണു പറഞ്ഞു. ഫോക്സ് മീഡിയയ്ക്ക് സംസാരിക്കുന്നതിനിടെയാണ് ഇതിനെക്കുറിച്ച് വിശദീകരിച്ചത്. സുജിച്ചേട്ടൻ ടമാർപാറ ചെയ്തിരുന്ന സമയമായിരുന്നു അത്. ലക്ഷ്മി പ്രിയ ചേച്ചിയൊക്കെ അന്ന് എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ചിരുന്നു. മാനസികമായി ഒരുപാട് തളർന്നു പോയ സമയമായിരുന്നു അത്. അതിനുശേഷമാണ് ഹൃദയപ്പൻ ഉണ്ടായതെന്നും രേണു പറയുന്നു.